BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഭൗമമണിക്കൂറിൽ പങ്കെടുക്കാൻ ബഹ്റൈനിലെ എല്ലാ സ്ഥാപനങ്ങളോടും വ്യക്തികളോടും ആവശ്യപ്പെട്ട വൈദ്യുതി ജല അതോറിറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെയും ആഗോളതാപനത്തെയും ചെറുക്കാൻ ലക്ഷ്യമിട്ടാണ് ഭൗമമണിക്കൂർ ആചരിക്കുന്നത്. മാർച്ച് 22 രാത്രി 8:30 മുതൽ 9:30 വരെ തങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത വൈദ്യുതി വിളക്കുകളും ഉപകരണങ്ങളും അണച്ചുകൊണ്ടാണ് ആചരിക്കേണ്ടത്. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിനും ലോകമെമ്പാടുമുള്ള 100 കണക്കിന് നഗരങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി ക്യാമ്പയിനുകളിലൊന്നാണ് ഭൗമമണിക്കൂർ. എല്ലാ വർഷവും മാർച്ചിലെ അവസാന ശനിയാഴ്ചയാണ് ഭൗമമണിക്കൂറായി ആചരിക്കുന്നത്. രാജ്യത്തെ പൗരന്മാർക്കായി 50,000 പുതിയ വീടുകളുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ഉത്തരവുമായി രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും മാനുഷിക കാര്യങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം സാക്കിർ കൊട്ടാരത്തിൽ ചേർന്ന യോഗത്തിലാണ് ഉത്തരവിട്ടത്. വിവിധ ഗവർണറേറ്റുകളിലെ പ്രതിനിധികൾ, മന്ത്രിമാർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവരും സന്നിഹിതരായിരുന്നു. ഹമദ് രാജാവിന്റെ ഭവന നിർമ്മാണ നിർദ്ദേശം നടപ്പാക്കുന്നതിനായി ഒരു ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിച്ചതായും പാർപ്പിട നഗരാസൂത്രണ കാര്യമന്ത്രി ആമിന ബിൻ അഹമ്മദ് അൽ റുമൈഹി അറിയിച്ചു. ഭവന നിർമ്മാണ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനായി 2025-26 സംസ്ഥാന ബജറ്റിൽ 800 ദശലക്ഷം ദീനാർ അനുവദിച്ചതിനെക്കുറിച്ചും അവർ പരാമർശിച്ചു. നിലവിലുള്ള ഭവന പദ്ധതികൾ പൂർത്തിയാക്കുക, ഭവന ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സ്വകാര്യ മേഖലയിലെ സംരംഭങ്ങളെ പിന്തുണയ്ക്കുക, ധനസഹായ പരിപാടികൾ വികസിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. പുതിയ ഭവന യൂണിറ്റുകൾ നിർമ്മിച്ച് പൗരന്മാർക്ക് അനുയോജ്യമായ വീടുകൾ നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി ബഹ്റൈനിലെ ഭവന മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. യോഗത്തിനെത്തിയവർക്കും ജനങ്ങൾക്കും റമദാൻ ആശംസകളും ആശീർവാദങ്ങളും അറിയിച്ച ഹമദ് രാജാവ് അൽ മുന്തിർ ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ വിജയത്തിൽ അഭിമാനം പ്രകടിപ്പിച്ചു. ഇത് രാജ്യത്തിന്റെ ശാസ്ത്ര പുരോഗതിയിലെ ഒരു നാഴികക്കല്ലാണെന്നും രാജ്യത്തെ പ്രഗത്ഭരായ യുവാക്കളുടെ കഴിവുകളുടെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പൗരന്മാരോടുള്ള രാജാവിന്റെ പരിപാലനവും അവരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളെയും യോഗത്തിനെത്തിയവർ പ്രശംസിച്ചു. ബഹ്റൈനിൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും കൊതുകുകളുടെ പ്രജനനം തടയുന്നതിനുമുള്ള മുൻകരുതൽ നടപടികൾക്ക് സർക്കാർ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി. പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള മഴവെള്ള സംഭരണി മെച്ചപ്പെടുത്തുന്നതിന് 3 മുനിസിപ്പൽ കൗൺസിലുകളുമായി ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് സഹകരിച്ചു. പൊതുസ്ഥലങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിന് കാരണമാകുന്ന അവശിഷ്ടങ്ങളും മറ്റും നീക്കം ചെയ്യുന്നതിനായി ശുചീകരണ തൊഴിലാളികളെ നിയോഗിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ-മെയ് മാസങ്ങളിൽ രാജ്യത്ത് പെയ്ത കനത്ത മഴയെ തുടർന്നാണ് കർമ്മ പദ്ധതി തയ്യാറാക്കിയത്. ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ കാലാവസ്ഥാ വകുപ്പ് ഏപ്രിൽ 15-16 തീയതികളിൽ ശരാശരി 67.6 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് റെക്കോർഡുകൾ രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ മഴയാണിത്. പരിസ്ഥിതി ആരോഗ്യ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള കൗൺസിലിന്റെ പ്രതിബദ്ധത ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് ചെയർമാൻ സാലിഹ് തരാദ ഊന്നി പറഞ്ഞു. ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് പരിസ്ഥിതി ആരോഗ്യ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള കൗൺസിലിന്റെ പ്രതിബദ്ധത ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് ചെയർമാൻ സാലിഹ് തരാദ ഊന്നി പറഞ്ഞു. ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് കൊതുക് പ്രജനന കേന്ദ്രങ്ങൾ ബോർഡ് നിരന്തരം നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. സർക്കാരിന്റെ തവാസുലിൽ ലഭിക്കുന്ന പരാതികളാണ് നിലവിൽ പരിഹരിക്കുന്നത്. കൂടാതെ കൗൺസിൽ അംഗങ്ങളും ജീവനക്കാരും ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തുന്നു. പ്രശ്നബാധിത പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നടപടികൾക്കായി പതിവായി സമർപ്പിക്കുന്നുണ്ടെന്നും തരാദ വ്യക്തമാക്കി. കനത്ത മഴയെ തുടർന്നുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വർക്കേഴ്സ് മന്ത്രി ഇബ്രാഹിം അൽ ഹവാജ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നിയമവിരുദ്ധമായി ചെമ്മീൻ പിടിച്ച 3 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് 1 മാസത്തെ തടവും 1500 ദിനാർ പിഴയും ചുമത്തി കോടതി. ശിക്ഷ പൂർത്തിയാകുമ്പോൾ ഇവരെ നാട് കടത്തും. കുറ്റക്കാരനാണെന്ന് ലോവർ ക്രിമിനൽ കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ശിക്ഷാവിധി. പിടിച്ചെടുത്ത ചെമ്മീൻ, ബോട്ട്, വലകൾ എന്നിവ കണ്ടുകെട്ടാനും ഉത്തരവിട്ടിട്ടുണ്ട്. രാജ്യത്ത് നിരോധിച്ച ബോട്ടം ട്രോൾ വലകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്.
3 പേരും കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലായി. കോസ്റ്റ് ഗാർഡിനെ കണ്ട് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കോസ്റ്റ് ഗാർഡ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഗോളശാസ്ത്ര കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ മാർച്ച് 30-നായിരിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. മാർച്ച് 29 ശനിയാഴ്ച റമദാൻ 29 പൂർത്തിയാക്കി മാർച്ച് 30 ഷവ്വാൽ 1 ഗാസിം സർവകലാശാലയിലെ മുൻ കാലാവസ്ഥാ പ്രൊഫസറും സൗദി വെതർ ആൻഡ് ക്ലൈമറ്റ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ അബ്ദുള്ള അൽ മിസ്നാദ് എക്സ് അക്കൗണ്ടിലൂടെ വ്യക്തമാക്കി. റമദാൻ ആരംഭിച്ച അതേ ദിവസം തന്നെ, അതായത് ശനിയാഴ്ച റമദാൻ അവസാനിക്കുമെന്നും മാർച്ച് 30 തന്നെ ഈദായിരിക്കുമെന്നാണ് പ്രവചനം. എന്നാൽ മാസപ്പിറവി കാണുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളിലടക്കം പൊതുസമൂഹത്തിൽ ലഹരി വ്യാപകമാകുന്നതിന്റെ നടപടി ആവശ്യപ്പെടുന്ന പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിശദീകരണം തേടി. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ യുവജന വിഭാഗമായ ISM സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ചന്ദർ, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടിയത്. അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ലഹരി വിളമ്പുന്ന DJ പാർട്ടികളും കൂട്ടായ്മകളും പലയിടങ്ങളിൽ നടക്കുന്നതായും ഹർജിയിൽ പറയുന്നു. ഇതേ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ കൊലപാതകങ്ങളിലേക്ക് വരെ നയിക്കുന്നു. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗവും വിപണനവും വ്യാപകമാവുന്നത് രക്ഷിതാക്കളും പൊതുസമൂഹവും ഭീതിയോടെയാണ് കാണുന്നത്. ലഹരി സംഘങ്ങളുടെ ഒളിസങ്കേതങ്ങളായി വിദ്യാർത്ഥി സമൂഹം മാറുന്നതായി എക്സൈസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളടക്കം നടത്തിയ സർവേകളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. ലഹരി ഉപയോഗിക്കുന്നവർ വീടുകളിലുണ്ടാകുന്ന ഭീതിതമായ അവസ്ഥയും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ലഹരി വ്യാപനവും ഉപയോഗവും തടയുന്നതിലും സ്രോതസ്സുകൾ കണ്ടെത്തി നടപടിയെടുക്കുന്നതിലും സർക്കാർ പരാജയപ്പെടുന്നതായും ഹർജിയിൽ പറയുന്നു. സംസ്ഥാന സർക്കാർ, വിദ്യാഭ്യാസ വകുപ്പ്, കേന്ദ്ര നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എക്സൈസ് കമ്മീഷണർ, സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവരെ എതിർകക്ഷികളാക്കിയാണ് അഡ്വക്കേറ്റ് KS മുഹമ്മദ് ധാനിഷ് മുഖേന ഹർജി നൽകിയത്. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിലും വർധന. പീക്ക് സമയത്ത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന ഉപയോഗം വ്യാഴാഴ്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ മെയ് 2 ഉപയോഗിച്ച 5797 മെഗാവാട്ടാണ് സംസ്ഥാനത്തെ പീക്ക് സമയത്തെ റെക്കോർഡ് ഉപയോഗം. ഉയർന്ന ചൂടിലും ഇടയ്ക്ക് വേനൽമഴ എത്തുന്നത് വൈദ്യുതി ഉപയോഗം വലിയ തോതിൽ വർദ്ധിക്കാത്തതിന് കാരണമായി. വേനൽമഴ കുറയുന്ന സാഹചര്യമുണ്ടായാൽ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരാനാണ് സാധ്യത. വ്യാഴാഴ്ചയിലെ ആകെ വൈദ്യുതി ഉപയോഗം 101.5 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ഈ മാസത്തെ ഇതുവരെയുള്ള ഉയർന്ന ഉപയോഗം മാർച്ച് 7 102.78 ദശലക്ഷം യൂണിറ്റാണ്. കഴിഞ്ഞ വർഷത്തിന് സമാനമായ വൈദ്യുതി ഉപയോഗമുണ്ടായാലും ഇത്തവണ പ്രതിസന്ധി കൂടാതെ മുന്നോട്ട് പോകാമെന്ന ആത്മവിശ്വാസത്തിലാണ് KCB. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.